മാഡം, എൻ്റെ അമ്മായിയമ്മയെക്കുറിച്ച് മാഡം ഒന്ന് കേൾക്കണം. ഇതിൽ പേരുകൾ മാത്രമേ ഉള്ളൂ സത്യമല്ലാത്തത്. ബാക്കി സംഭവങ്ങളെല്ലാം സത്യമാണെന്നാണ് ബിനീഷ് പറഞ്ഞിരിക്കുന്നത്. കേൾക്കാം. അല്ലെങ്കിലും അമ്മായിയമ്മമാരെക്കുറിച്ചാണല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അമ്മായിച്ചന്മാരെക്കുറിച്ച്. എന്തായാലും ബിനീഷിൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് നമുക്കൊന്ന് നോക്കാം. മാഡം, എൻ്റെ പേര് ബിനീഷ്. യഥാർത്ഥ പേരല്ല കേട്ടോ, സാങ്കല്പികമായ പേരാണ്. എനിക്ക് 30 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. ഞാനും ഭാര്യയും പ്രേമിച്ച് വിവാഹിതരായവരാണ്. 2 മതത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ. എന്നുവെച്ച് ഞങ്ങളുടെ കല്യാണത്തിന് വലിയ എതിർപ്പുകളൊന്നുമില്ലായിരുന്നു. നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് വിവാഹമൊന്നും നോക്കാതെ ഞാൻ നിന്നത്. അതേപോലെ എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് പെണ്ണാലോചിക്കാൻ തുടങ്ങി. പക്ഷേ അതിനു മുമ്പേ തന്നെ എനിക്ക് എൻ്റെ ഓഫീസിൻ്റെ എതിർവശത്തുള്ളൊരു കെട്ടിടത്തിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പുറകെ നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എല്ലാം വേറെയാണെന്ന്. പക്ഷേ പ്രേമത്തിനുണ്ടോ ജാതിയും മതവും? എന്തായാലും പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. പുറകെ നടന്നു കഴിഞ്ഞപ്പോഴാണ് അവളും എന്നെ ശ്രദ്ധിച്ചത്. തിരിച്ച് പെട്ടെന്ന് തന്നെ എന്നോട് പ്രേമമായി. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചപ്പോൾ ഈ വിവാഹം നടക്കുമോയെന്ന് സംശയമാണ്. കാര്യം അവൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പുള്ളിക്കാരി പ്രേമവിവാഹത്തിന് എതിരാണ്. അതിനൊരു കഥ കൂടിയുണ്ട്. ഒരു 3-4 വർഷത്തിന് മുമ്പ് അവൾക്ക് ഒരു പ്രേമബന്ധമുണ്ടായി. അത് വിവാഹത്തിലെത്തിക്കാമെന്ന് വിചാരിച്ച് അവൾ അമ്മ മാത്രമല്ലേ ഉള്ളൂ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു. അമ്മ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അത് സ്വന്തം കൂട്ടരാണ്. അപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആലോചിക്കുക എന്നുള്ള നിലയിലായി കഴിഞ്ഞപ്പോഴേക്കും ആ ചെക്കൻ പിന്മാറി. അത് അമ്മയ്ക്കും അവൾക്കും വല്ലാത്തൊരു ഷോക്കായിരുന്നു. എന്തുകൊണ്ടാണ് അവർ പിന്മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിൻ്റെ വല്ല പ്രശ്നമായിരിക്കുമെന്ന് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഇന്നുവരെ പിടികിട്ടിട്ടില്ല. ഇവരോട് പറയാതെ അവൻ ഗൾഫിൽ പോവുകയായിരുന്നു ഒരു നാൾ. ചുരുക്കം പറഞ്ഞാൽ ആദ്യകാലത്ത് മോളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നിരുന്ന അമ്മയ്ക്ക് ഇപ്പോൾ പ്രേമത്തിലെ വിശ്വാസമില്ല. മോള് പ്രേമിച്ചാൽ അമ്മ സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥയാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. പിന്നെ അവൾക്ക് പ്രേമത്തിൽ വിശ്വാസമില്ലായിരുന്നു. രണ്ടാമത് ഒരു കുഴിയിൽ വീഴണ്ട എന്ന് അവളും കരുതി. പക്ഷേ ഞാൻ പുറകെ നടക്കുകയല്ലേ. പ്രേമമൊക്കെ പഴയതല്ലേ, അത് പോയി. പുതിയ യുഗം, നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ. അങ്ങനെ പോയി ഞങ്ങൾ രണ്ടുപേരുടെയും കഥകളൊക്കെ പറഞ്ഞ് അഗാധമായ പ്രണയത്തിലായി. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ അവതരിപ്പിച്ച് നോക്കാം എന്നുള്ള രീതിയിലായി അവൾ. കാര്യം അവളുടെ അമ്മ കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്. എൻ്റെ വീട്ടുകാരാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. അവൾക്ക് അധികം ആളുകൾ തീരുമാനം എടുക്കാനില്ല. അവൾ അങ്ങനെ അമ്മയോട് പറഞ്ഞു. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ അവളെ വീടിന് ചുറ്റുമിട്ട് ഓടിച്ചില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം അവിടെ നടന്നു. അവൾ ഒറ്റക്കാലിൽ നിന്നു. ഒന്ന് കണ്ട് സംസാരിച്ച് നോക്ക്. അമ്മയ്ക്ക് ഒരു രീതിയിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഈ വിവാഹം ഡ്രോപ്പ് ചെയ്യാം എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ അമ്മ എന്നെ കാണാൻ തയ്യാറായി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കോഫി ഷോപ്പിലാണ് കണ്ടുമുട്ടിയത്. കൂടെ എൻ്റെ ഭാവി വധുവും ഉണ്ടായിരുന്നു. വലിയ നീരസത്തിൽ വന്ന അമ്മ എന്നോട് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൂളായി. ഞാൻ പറഞ്ഞു എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്ന്. അപ്പോൾ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. വീട്ടുകാരുടെ സമ്മതം നോക്കാതെ നിങ്ങൾ രണ്ടുപേരും ആദ്യം വിവാഹം രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് വീട്ടിൽ പറഞ്ഞാൽ മതി. വീട്ടുകാർ എതിർക്കുകയാണെങ്കിൽ ഓക്കെ, എതിർത്തില്ലെങ്കിലും ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി. അത് പോയെന്ന് ചോദിച്ചു. ഞാൻ അതിന് സമ്മതിച്ചു. എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ ഒന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഭാവി വധുവിനെ കാണണം. അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയുടെ മനസ്സ് മാറി. അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എല്ലാം സ്മൂത്തായിരുന്നു. 2 കുടുംബക്കാരും ആലോചിച്ച് തന്നെയാണ് വിവാഹം നടത്തിയത്. ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒരു കാര്യത്തിൽ ഞങ്ങൾ ലക്കുള്ളവരാണ്. ഞാനാണ് വീട്ടിലെ മൂത്ത മകൻ. പക്ഷേ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോനെ നിങ്ങൾ എൻ്റെ വീട്ടിൽ നിൽക്കണ്ട, നിങ്ങളുടെ വീട്ടിൽ നിൽക്കണ്ട. നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും സെപ്പറേറ്റ് ആയിട്ട് പോവും. അതായിരിക്കും നല്ലത്. നീ മൂത്ത മോനല്ലേ, ഇളയ മോനാണ് ആ വീട്. കുറേ നാൾ കഴിയുമ്പോഴാണ് ജാതിയും മതവും ഒക്കെ ഒരു പ്രശ്നമാകുന്നത് എന്ന് അമ്മ പറഞ്ഞു. അമ്മായിമ്മ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പ്രശ്നമില്ല. കാര്യം ഞങ്ങൾ രണ്ടുപേരും ടൗണിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനടുത്ത് ഒരു സ്പേസ് കണ്ടെത്താമെങ്കിൽ പോയി വരാനും എളുപ്പമാണ്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തത്. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട്. പക്ഷേ അമ്മായിമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 12-15 മിനിറ്റ് മതി. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഒന്നും വെക്കാറില്ല. നേരെ അമ്മായിമ്മയുടെ അടുത്ത് പോകും. ചിലപ്പോൾ അവിടെ താമസിക്കുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരേക്കാൾ കൂടുതൽ അടുപ്പം അമ്മായിമ്മയോടായി. അവർക്കാണെങ്കിൽ എന്നെ വലിയ കാര്യമാണ്. എൻ്റെ അമ്മയെപ്പോലെയല്ല, നല്ല സൗഹൃദ മനോഭാവമുള്ള സ്ത്രീയാണ്. പിന്നെ അമ്മായിമ്മ തനിയെ കിടക്കില്ല.
അവർക്ക് ഞങ്ങൾ കൂട്ടുകിടക്കണമെന്ന് ആഗ്രഹമില്ല. അമ്മായിമ്മയുടെ അമ്മയുണ്ട്, അവർ അടുത്തുനിന്ന് വന്ന് കിടന്നോളും. മുത്തശ്ശിക്ക് നല്ല പ്രായമുണ്ടെങ്കിലും നല്ല രീതിയിൽ ചുറുചുറുക്കോടെ നടക്കുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും അവിടെ ചെല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും ഞങ്ങൾ മിക്കവാറും ദിവസങ്ങൾ അവിടെ പോവുകയും താമസിക്കുകയും ഒക്കെ ചെയ്യും. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കുട്ടികളൊന്നും ആയില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോഴെങ്ങും ആഗ്രഹമില്ല. എന്നാലും എല്ലാ ചെക്കപ്പും ഒന്ന് ചെയ്തേക്കാം എന്ന് കരുതി നോക്കിയപ്പോഴുണ്ട് വൈഫിന് ഹോർമോണൽ പ്രശ്നങ്ങളുണ്ട്. PCOD പോലെയുള്ള ചില സംഭവങ്ങളുടെ ആരംഭവുമുണ്ട്. അതുകൊണ്ട് ഇത്തിരി പാടാണെന്ന് ഡോക്ടർ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈഫിന് വല്ലാത്ത വിഷമമായി. അമ്മയോട് വന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനൊരു പെണ്ണിനെയാണോ നീ കല്യാണം കഴിച്ചത് എന്നായി ചോദ്യം. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. പക്ഷേ അമ്മായിമ്മയോട് പറഞ്ഞപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. അന്നേരമൊന്നും ഇതൊന്നും ചെക്ക് ചെയ്തില്ല. ഇതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പല്ലേ നോക്കേണ്ടത്. അങ്ങനൊന്നും നോക്കാതെ പ്രേമിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞ ശേഷം ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? വരുന്നിടത്ത് വെച്ച് കാണുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ഉണ്ടാകുമ്പോൾ ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്നുള്ള കണക്ഷൻസ് അതോടുകൂടി പതുക്കെ പതുക്കെ കുറയുകയായിരുന്നു. ഒരു ദിവസം വൈഫിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും വൈഫ് ഇതൊക്കെ ഓർത്ത് ഇത്തിരി മൂഡൗട്ടായിരുന്നു. കാര്യങ്ങളൊന്നും കറക്റ്റാകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരാൻ തുടങ്ങി. ഞാനതൊക്കെ പറഞ്ഞ് എന്തോ പറഞ്ഞു. അപ്പുറത്ത് അമ്മയുണ്ടെന്ന് ഓർത്തില്ല. അമ്മ അത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ അമ്മായിയമ്മ. പക്ഷേ വൈഫ് പെട്ടെന്ന് അതിലും ഒച്ചയുയർത്തി, ഇതിപ്പം എല്ലാ സമയത്തും മനുഷ്യർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? 24 മണിക്കൂറും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കേട് മാത്രമേ ഉള്ളൂ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാനാണെങ്കിൽ പെട്ടെന്ന് മുറി തുറന്ന് പുറത്തിറങ്ങി. അപ്പോഴുണ്ട് അമ്മായിമ്മ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിൽക്കുന്നു. ഇത് കേട്ട് നിൽക്കുകയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പുള്ളിക്കാരി കേട്ടുവെന്ന് എനിക്ക് ഉറപ്പായി. എന്താടാ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ലെന്ന്. പക്ഷേ എൻ്റെ ഭാര്യ ഇറങ്ങി വന്നിട്ട് ഇങ്ങേർക്ക് അടങ്ങിയിരിക്കാൻ വയ്യ, എന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കുകയാണ്. എനിക്കാണെങ്കിൽ മനസ്സാകെ തകർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ, എടീ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ട്രീറ്റ്മെൻ്റ് എടുത്ത് മലമ്പുഴ യക്ഷിയെപ്പോലെ നീ ഇങ്ങനെ കുത്തിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് നൂലിൽ കെട്ടി ആരെങ്കിലും എന്തെങ്കിലും തരുമെന്നാണോ? എടീ, ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭർത്താവുമായിട്ട് സ്നേഹത്തിൽ കഴിയാൻ നീ പഠിക്കണം. ഓരോ പെണ്ണുങ്ങൾ ഭർത്താവിനോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്നില്ലേ ഇല്ലേ എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് ഭർത്താവ് സ്നേഹിക്കാൻ വരുമ്പോഴേക്കും നീ അവനെ പിണക്കി അയക്കുന്നു. നിനക്കൊക്കെ നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവുണ്ട്. ഇങ്ങനെയാണോ ജീവിതം? ഇതിനാണോ നീ അവനെ കല്യാണം കഴിച്ചത്? കല്യാണത്തിന് മുമ്പ് ഇതൊന്നും നീ ആലോചിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്തൊക്കെയോ പറഞ്ഞു. വയ്യാത്ത അവസരങ്ങളിൽ ഭർത്താവ് നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. നിനക്ക് എന്തിൻ്റെ കുരുവാണ്? നിനക്ക് എന്തിന് പ്രശ്നമുണ്ടോ? ഇപ്പം ഈ ഒരു കാര്യമല്ലേ ഉള്ളൂ, അല്ല നിനക്ക് അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഭർത്താവിനെ വിഷമിപ്പിക്കരുത്, പിണക്കരുതെന്ന് പറഞ്ഞ് അമ്മ അവിടെ ഒരു മൈതാന പ്രസംഗം തന്നെ അങ്ങ് നടത്തി. അതോടുകൂടി ഭാര്യയുടെ കുറേയധികം അഹങ്കാരങ്ങൾ അവിടെ തീർന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വാ ചേട്ടാ ഇങ്ങോട്ട് വാ, പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ കൺമുൻ വെച്ച് തന്നെ എന്നെ പിടിച്ചോണ്ട് പോയി. നീ എന്തേ കാണിക്കുന്നത്? അമ്മ എന്ത് വിചാരിക്കും? പിന്നെ അമ്മ വിചാരിക്കും, അവരെ വിചാരിക്കുകയല്ല, അവർ പ്രവർത്തിക്കാൻ പറഞ്ഞ കാര്യത്തിനല്ലേ നിങ്ങളെ വിളിച്ചത്, ഇങ്ങോട്ട് വാ മനുഷ്യ എന്ന് പറഞ്ഞു. എന്തായാലും ആ പിണക്കമൊക്കെ പെട്ടെന്ന് തീർന്നു. അതിനൊരു കാരണക്കാരിയായത് അമ്മയല്ലേ. പിറ്റേ ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും ചായ കൊണ്ടു തന്നപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, ഇന്നലെ അവൾ ഇണങ്ങിയോടാന്ന്. ഞാനിപ്പോൾ ഒന്ന് മൂളി. എടാ, പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ വിചിത്ര ജീവികളാ. അവരെയൊക്കെ മാനേജ് ചെയ്യാൻ ഭർത്താക്കന്മാർ പഠിക്കണം. അപ്പോൾ അമ്മയൊരു വിചിത്ര ജീവിയായിരുന്നോ എന്ന് പറഞ്ഞപ്പം അമ്മ എന്നെ തുറച്ചു നോക്കി. അതെ, ഞാനൊരു വിചിത്ര ജീവിയായിരുന്നു. എന്നെ മാനേജ് ചെയ്യാൻ എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങേര് നേരത്തെ അങ്ങ് പോയല്ലോ. ഇത്രയും ചെറുപ്പത്തിൽ ഭർത്താവ് മരിച്ചിട്ടും അമ്മ എന്താമ്മ വേറെ കല്യാണം കഴിക്കാതിരുന്നത്? എനിക്ക് തോന്നിയില്ല. വേറെ ആളെ കണ്ടെത്തിയാൽ ഞാൻ ഇനിയാണെങ്കിൽ കല്യാണം കഴിക്കും. ഞാൻ അങ്ങനെ ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കൂട്ടത്തിൽ നിൽക്കും, എനിക്ക് ഡബിൾ ഓക്കെയാണ്. പക്ഷേ അമ്മയുടെ മകൾ സമ്മതിക്കും? ഓ, അവളുടെ വലിയ സമ്മതമൊന്നും എനിക്ക് വേണ്ട. അവൾക്ക് ഭർത്താവായിട്ട് നീ ഉണ്ടല്ലോ, അതുകൊണ്ട് ആ പ്രശ്നമില്ല. അമ്മ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ഞാനങ്ങ് കണ്ടെത്തിയിട്ടില്ല. നീ ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി കണ്ടെത്തുവാണെങ്കിൽ നിന്നോട് ഞാൻ ആദ്യം പറയാം, കേട്ടോ മോനെ എന്ന് പറഞ്ഞു. ഓക്കെ അമ്മേ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, അല്ല ഞാൻ നീ കല്യാണം കഴിച്ചാൽ നിന്നെപ്പോലൊരു ഭർത്താവ് വരുന്നെങ്കിൽ ഞാൻ കഷായം കുടിക്കുമെന്ന്. ഞാൻ ചോദിച്ചു, അതെന്താ? അല്ല, നീ അങ്ങ് നിർബന്ധിക്കില്ലേ സ്വന്തം ഭാര്യയെ. നിന്നെപ്പോലൊരു ഭർത്താവാണെങ്കിൽ എനിക്കിവിടെ കുത്തിയിരിക്കാൻ സമയം കിട്ടത്തില്ലല്ലോ, അതോർത്ത് ഞാൻ പറഞ്ഞതാണ്. അതുമാത്രമല്ല, ഞാൻ ചെറുപ്രായമൊന്നും അല്ലല്ലോ, അതാണൊരു പേടി. അമ്മ കിട്ടിയ സമയത്ത് എനിക്കിട്ടൊന്ന് കുത്തിയല്ലേന്ന്. അല്ല, ഞാനങ്ങ് പറഞ്ഞതാണ്. അമ്മേ,
അത് പിന്നെ ഡേറ്റ് നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവളോട് പറഞ്ഞത്. അതെനിക്കറിയില്ലേ, ഞാൻ പിന്നെ കളയൊക്കെ വേണ്ടങ്ങ് പറഞ്ഞതാണ്. ഞാൻ എന്തായാലും കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല, എനിക്കങ്ങനെ ഒരാളുമില്ല. ചുമ്മാ നിന്നോട് തമാശ അങ്ങ് പറഞ്ഞതാണ്. നിന്നെ കാണുമ്പോഴില്ലടാ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു സാറിനെ ഓർമ്മ വരുന്നു. ആഹാ, അന്നമ്മയ്ക്ക് പഠിപ്പിച്ച സാറുമായിട്ടായിരുന്നു കണക്ഷനൊന്നുമില്ലടാ. അങ്ങനെ നല്ല സുന്ദരനൊരുത്തനായിരുന്നു. അന്ന് അങ്ങനെയില്ലേ ഈ ടൈറ്റ് ജീൻസ് ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പം മുന്നോട്ട് തിരിഞ്ഞു നിന്നാലും പുറകോട്ട് തിരിഞ്ഞു നിന്നാലും ഇല്ലേ ഒരു പ്രത്യേക ഭംഗിയാണ്. ആൺപിള്ളേരത് ശ്രദ്ധിക്കുമെന്നറിയില്ല, ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അയ്യോ നല്ല രസമുണ്ടല്ലേടി എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ നോക്കിയിരിക്കുമായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ മുഖം അമ്മയ്ക്ക് ഓർമ്മയില്ലല്ലേന്ന്. ഒന്ന് പോടാ, പുള്ളി നല്ല സുന്ദരനായിരുന്നു. സുന്ദരനായെങ്കിലേ ഈ കാര്യങ്ങൾക്ക് വാല്യുള്ളൂ, അല്ലാതെ വേറെ ആരും ശ്രദ്ധിക്കാനാണ്? അദ്ദേഹം സൗന്ദര്യമുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മറ്റ് ഫീച്ചേഴ്സ് ശ്രദ്ധിച്ചത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇപ്പോഴത്തെ തലമുറകളെക്കാൾ ഇത്തിരി മുന്നോട്ടായിരുന്നു അന്ന്. പിന്നെ അല്ലാതെ പണ്ട് ഇപ്പോഴത്തേനേക്കാൾ തലതെറിച്ച ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും സൗകര്യപൂർവ്വം അതങ്ങ് മറക്കും. പണ്ടത്തെ സിനിമ നീ കണ്ടിട്ടില്ലേ? ഇപ്പോഴത്തെ സിനിമയിലുള്ളതിനേക്കാളിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ അതിലില്ലേടാ. അപ്പം അന്നത്തെ കാലഘട്ടം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ശരിയാമേ. എന്നിട്ട് ആ സാറിപ്പോൾ എവിടെയാ? ഞാനെങ്ങനെ അറിയും? അങ്ങനെ കല്യാണം കഴിച്ച് 10 പിള്ളേരും കാണും. എവിടെ പോയത് ഞാനെങ്ങനെ അറിയും? അന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്കെല്ലാം ഇപ്പോഴത്തെ പിള്ളേരെന്തോ പറയല്ലേ, ക്രഷൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ കാര്യം നിന്നെ കാണുമ്പോൾ ഞാൻ ഓർക്കും. അങ്ങയുടെ ഏകദേശ രൂപമാണ് നിനക്ക്. അതേ മുഖം, അതേ ചുണ്ട്. ആഹാ, അപ്പം വേറെന്തെങ്കിലും അമ്മ കണ്ടുപിടിച്ചോ? ഓ, ടൈറ്റ് ജീൻസ് ഇട്ടാൽ ഏകദേശം അമ്മയൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. അല്ലെങ്കിൽ എന്ത് ശ്രദ്ധിക്കാനാ? സാദൃശ്യം തോന്നില്ല മോനെ. നാളെ നീരു ടൈറ്റ് ജീൻസ് ഇട്ടിട്ട് വാ. നിനക്ക് ടൈറ്റ് ജീൻസ് ഇല്ലേ? ഇല്ലമ്മേ. മഹാ കഷ്ടമായിപ്പോയി. ഇതൊക്കെ അസസ് ചെയ്യണമെങ്കിൽ നീ ടൈറ്റ് ജീൻസ് ഇട്ടിട്ട് വന്നതിനോട് ചോദിക്കാമെങ്കിൽ സാറിൻ്റെ ഫീച്ചേഴ്സും നിൻ്റെ ഫീച്ചേഴ്സും താരതമ്യം ചെയ്ത് ഞാൻ പറയാം. ശരിയമ്മേ, ഇനി അടുത്തത് നല്ലൊരു ടൈറ്റ് ജീൻസ് വാങ്ങണം. അമ്മയുടെ അഭിപ്രായം ഒന്നറിയാൻ വേണ്ടിയിട്ടാണെന്ന്. എന്തായാലും നീ ടൈറ്റ് ജീൻസ് ഇട്ടിട്ട് വാ. പക്ഷെ അതിനു മുമ്പ് ചെറിയൊരു അഭിപ്രായം എനിക്ക് പറയാറുണ്ട്. എന്താമ്മേ? ഇപ്പോഴുള്ള നിലവാരം വെച്ചിട്ട് സാറിനേക്കാൾ കേമനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ അകത്തേക്ക് അങ്ങ് പോയി. അന്നാണ് ഞങ്ങൾ തമ്മിൽ ശരിക്കും സുഹൃത്തുക്കളെ പോലെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. എന്തായാലും എൻ്റെ ഭാര്യ കേട്ട് കഴിഞ്ഞാൽ അവൾക്ക് കലി ഇളകും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് സംസാരിക്കാം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചാണ് സംസാരിക്കുക. എങ്കിലും ഞാനും വൈഫും ഉള്ളതിനേക്കാൾ എന്തോ വ്യത്യസ്തമായൊരു വൈബ് ഞാനും അമ്മായിയമ്മയും തമ്മിലുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. അതൊരു കണക്കിന് നല്ലതുമാണ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് മാഡം ഏകദേശം 8 മാസത്തിന് മുമ്പാണ് അമ്മായിമ്മ എന്നോടൊരു കാര്യം പറയുന്നത്. മോനെ, ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ വിഷമിക്കരുത്. എന്താമേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എനിക്കൊരു ഡൗട്ടുണ്ട്. ആ ഡൗട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. അമ്മയ്ക്ക് എന്താ ഡൗട്ട്? എടാ, സത്യം പറഞ്ഞാൽ നിൻ്റെ ഭാര്യ, അതായത് എൻ്റെ മോളുടെ ആദ്യത്തെ കാമുകൻ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. അവൻ കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അതിനെന്താമേ, അങ്ങയുടെ നാടല്ലേ ഇത്? അതല്ലടാ, അവൻ വന്നു കഴിഞ്ഞതിൽ പിന്നെ ഇവക്ക് ചില മാറ്റങ്ങളുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം ഇവൾ ജോലിക്ക് പോകുമ്പോൾ അവനെ കാണുന്നുണ്ടോ, രണ്ടുപേരും മീറ്റ് ചെയ്യുന്നുണ്ടോ, കറങ്ങുന്നുണ്ടോ എന്നൊക്കെ എനിക്കൊരു സംശയം. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ. നീ ടെൻഷൻ അടിക്കാനല്ല ഞാൻ പറഞ്ഞത്, ഒരു ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്തായാലും നീ അവളെ സൂക്ഷ്മമായിട്ട് ഒന്ന് നിരീക്ഷിക്കണം. അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അനാവശ്യമായ ചില ഫോൺ സംഭാഷണങ്ങളും കൊഞ്ചലും കൊഴച്ചിലും വാട്സാപ്പ് മെസ്സേജും ഒക്കെ ഞാൻ കണ്ടു. നീ അത് ശ്രദ്ധിച്ചില്ലേ? ഇല്ലമ്മേ, ഞാൻ അവളുടെ ഫോൺ എടുക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഭാര്യ ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാവർക്കും കള്ളത്തരങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മോളെ സംശയമുണ്ടെന്ന് നിന്നോട് പറഞ്ഞതും ഇതുകൊണ്ട് തന്നെയാണ്. കാര്യം ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടെത്തിക്കഴിഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാക്കിയാൽ നാണക്കേട് മാത്രം മിച്ചം. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടില്ല. അതുകൊണ്ട് മോൻ അവളെന്ന് ശ്രദ്ധിക്ക്. എന്തിനും തെളിവുണ്ടെങ്കിൽ മാത്രം നീ അവളോട് ചോദിച്ചാൽ മതി. ശ്രദ്ധിക്ക്. അവളെ ചേസ് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളിൽ ചേസ് ചെയ്യ്. നോക്ക്. എനിക്ക് വീട്ടിലിരുന്നിട്ട് അവളെ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിപ്പോവുകയാണ്. ഏകദേശം അടുത്തടുത്താണ് ഓഫീസും. നിനക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ എൻ്റെയും ഭാര്യയുടെ ഓഫീസുകൾ തമ്മിൽ
അടുത്തടുത്തായിരുന്നു, എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്. പക്ഷേ ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ അങ്ങനെ കാണാനോ ശ്രദ്ധിക്കാനോ പോകാറില്ല. വൈകിട്ടിറങ്ങുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഒന്നിച്ചു വരുന്നത്. ഞാൻ അവളെ നിരീക്ഷിക്കാൻ തുടങ്ങി. എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പഴയ കാമുകനല്ലേ, എന്തായാലും തെളിവില്ലാതെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, എടാ അവൾ ഉച്ചയ്ക്ക് ലീവ് എടുത്ത് കൂട്ടുകാരുടെ കൂടെ എങ്ങാണ്ട് പോയെന്ന് പറഞ്ഞ കേട്ടു. നീ അവളെ ഒന്ന് ശ്രദ്ധിക്ക്, അവൾ കൂട്ടുകാരുടെ കൂടെ തന്നെ പോയതാണോന്ന് ആർക്കറിയാവുന്ന. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഊണ് കഴിച്ചിട്ട് അവളുടെ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും മാളിൽ പോയിരിക്കുകയാണ് കൂട്ടുകാരോടൊത്ത്. അവിടെ ആരുടെ പിറന്നാളുണ്ട്, സമ്മാനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതാണ് എന്നാണ് പറഞ്ഞത്. ഞാനത് കേട്ട് മാളിലേക്ക് വിട്ടു. മാളിൽ വെച്ച് അവളെയും അവളുടെ കാമുകനെയും ഞാൻ കണ്ടു മാഡം. വല്ലാത്ത ഒരു ഷോക്കായിരുന്നു. അവർ രണ്ടുപേരും കൂടി ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പെരുമാറുന്നു. കൂടെ വേറൊരു സ്ത്രീ പോലുമില്ല. ഓഫീസിൽ നിന്ന് പോയവരെയൊന്നും കൂടെ കണ്ടില്ല. എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു. അമ്മ ഉടനെ എന്നോട് പറഞ്ഞു, നീ ഇങ്ങ് വീട്ടിൽ വാ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. ഞാൻ വീട്ടിൽ ചെന്നു. എൻ്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, നീ ക്ഷമിക്കണം, അവൾക്ക് ഒരു തെറ്റ് പറ്റിയതാകാം. കാര്യം അവളുടെ പഴയ കാമുകനല്ലേ, ഏതൊരു പെണ്ണിൻ്റെ മനസ്സും ചാഞ്ചു പോകും. അതുകൊണ്ടാണ് മോനെ, നീ അവളോട് വഴക്കിടരുത്. തൽക്കാലം ഇതവൾ അറിയരുത്. നീ മാനേജ് ചെയ്യണം. ഇനി അവളെ ഞാൻ തിരുത്തിയെടുക്കാം. അവളുടെ പുറകെ പോയി ഞാൻ അവളെ മാറ്റിയെടുക്കും. മോൻ സമാധാനിക്കണം. അവൾക്ക് പറ്റിയൊരു പറ്റാണിത്. മനസ്സ് മാറിപ്പോയതായിരിക്കും. ഏത് പെണ്ണാ ആദ്യ പുരുഷനെ മറക്കുക? അതുകൊണ്ട് അവൾ പോയെന്നേയുള്ളൂ. മറക്കാൻ വയ്യാത്ത ഓർമ്മകൾ പിന്നെയും പിന്നെയും അയവിറക്കാൻ ഏതൊരാൾക്കാ ആഗ്രഹമില്ലാത്തത്? അപ്പോൾ അമ്മയ്ക്ക് നേരത്തെ അറിയാം അവർ കറങ്ങി നടക്കുന്നത്. അതേ മോനെ, അവർ തമ്മിൽ എല്ലാ തരത്തിലും അടുപ്പമുണ്ടെന്നുള്ളത് എനിക്ക് ഈ അടുത്ത കാലത്ത് മനസ്സിലായി. എന്നെ അറിയാവുന്ന ഒരു ടൗണിലുണ്ടല്ലോ. ഞാനിനി എന്താണ് ചെയ്യേണ്ടത് അമ്മേ? നീ ഒന്നും ചെയ്യണ്ട, അമ്മയെല്ലാം ചെയ്തോളാം. അമ്മ ഇനി അവളോട് പറയാം അമ്മ ഇതറിഞ്ഞെന്ന്. ആ ബന്ധം ഞാൻ നിർത്തിക്കും. എന്നാലും അമ്മേ, അവർ കാണിച്ചത് ന്യായീകരിക്കാൻ പറ്റുമോ? ന്യായീകരിക്കാൻ പറ്റില്ല മോനെ. പക്ഷേ അവൾക്ക് കല്യാണത്തിന് മുമ്പ് വേറെ ബന്ധമുണ്ടായിരുന്നു എന്ന് നീ അറിഞ്ഞതല്ലേ? ചുമ്മാ ഉള്ള പ്രേമമല്ലെന്ന് അവൾ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അവർ പല സ്ഥലത്ത് കറങ്ങാൻ പോയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിഞ്ഞ വ്യക്തികളാണ്. അവരെ നിനക്കറിയില്ലേ? അത്രയ്ക്കൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ മോളൊരു കള്ളിയാണല്ലോ. അവൾ എല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞതാണ്. ഇപ്പോഴും അവർ പഴയ ഓർമ്മകളിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ ആർക്ക് കുറ്റം പറയാൻ പറ്റും മോനെ? 1 മാസം നീ ഒന്ന് ക്ഷമിക്ക്, ഞാനത് നിർത്തിത്തരാം പ്ലീസ്. എന്നോടുള്ള സ്നേഹം കൊണ്ട് നീ ഒന്നും പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഭാര്യയും ഞാനും തമ്മിൽ ഏകദേശം അകന്നു പോയ പോലെയായി. ഞങ്ങൾക്കിടയിലുള്ള സംഭാഷണങ്ങൾ കുറയാൻ തുടങ്ങി. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പോകും. അപ്പോൾ ഭാര്യ വരില്ല. അമ്മയോടും ഇത്തിരി അടുപ്പക്കുറവ് പോലെയാണ് അവൾ പെരുമാറിയത്. എന്നാലോ ആരും ഒന്നും തുറന്നു ചോദിച്ചില്ല. ഒരു ദിവസം ഇതിൽ നിന്ന് എങ്ങനെ കരകയറും അമ്മ ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾക്ക് ഞാൻ വാണിങ്ങി കൊടുത്തിട്ടുണ്ട്. നിൻ്റെ അവസ്ഥ എനിക്കറിയാം മോനെ. എത്ര ആക്റ്റീവായിട്ട് കഴിഞ്ഞവരാ നിങ്ങൾ. നല്ല 2 ജോഡികൾ. നിനക്കിപ്പം അവളോടും അവൾക്ക് നിന്നോടും യാതൊരു താല്പര്യമില്ലാതായല്ലോ നോക്കുമ്പോഴേക്കും അമ്മയുടെ ചങ്ക് പൊട്ടുക എന്ന് പറഞ്ഞു. എന്നിട്ട് ചേർന്നിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ദുഃഖമായി. പോട്ടെ അമ്മേ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, എന്തായാലും ഞാൻ ഓർക്കുകയാണ്, നിന്നെപ്പോഴൊരു പുരുഷനെ ഭർത്താവായി കിട്ടിക്കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ എൻ്റെ പഴയ കാമുകനെയല്ല ആരെ ഓർക്കില്ല. അവളുടെ പഴയ കാമുകൻ്റെ കോലം എന്തിനു കൊള്ളാം? ഇവക്ക് തലയ്ക്കെന്തോ പ്രശ്നമുണ്ടോ? ഇത്രയും സുന്ദരനായ മോനെ വിട്ടിട്ട് അവൾ നടക്കുന്നത് കണ്ടില്ലേ? അവളുടെ എല്ലാ കുഴപ്പങ്ങളും ഞാൻ തീർക്കും. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിർത്തിക്കോളാൻ ലാസ്റ്റ് വാണിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവൻ തിരിച്ചങ്ങ് പോകുമെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ലെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല മോനെ. എന്തായാലും നിന്നെ ഓർത്താണ് എനിക്ക് ദുഃഖം എന്ന് പറഞ്ഞ് ചേർന്നിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ സ്വഭാവം മാറാൻ തുടങ്ങി. ഇളനീർ കുടങ്ങൾ എവിടെയോ കാറ്റിലാടി ഉരസുന്ന പോലെ എനിക്ക് തോന്നി. അമ്മേ എന്ന് വിളിച്ചപ്പോൾ അമ്മയ്ക്ക് ഒന്നും പറയാനില്ല. അമ്മ കൂടുതൽ ചേർന്നിരിക്കുകയാണ് ചെയ്തത്. കുത്തുകൊണ്ട് ഏതൊരാൾ പ്രതികരിക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ എനിക്ക് പ്രതികരണം വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, നീ ഇനി ഒന്നും പറയണ്ട മോൻ. റിലാക്സ് അല്ലെന്ന് എനിക്കറിയാം. മോന് റിലാക്സ് ആകണം.
മൈൻഡ് ഒന്നയണം. എങ്കിൽ മാത്രമേ നിനക്ക് ഈ സിറ്റുവേഷനിൽ നിന്നും പിരിമുറുക്കത്തിൽ നിന്നും കരകയറാൻ പറ്റുള്ളൂ. അമ്മയുടെ സഹായം എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അമ്മയുടെ കൈകൾ സ്വാന്തനത്തിൻ്റെ തഴികളായി പുനരാരംഭിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. അമ്മ പറഞ്ഞു, എല്ലാം എനിക്കറിയാം. ഇപ്പോൾ ആവശ്യം റിലാക്സേഷൻ, അത് മാത്രമെന്ന് മോൻ ഓർത്താൽ മതിയെന്ന് അമ്മ പറഞ്ഞു. അമ്മ കൈ പിടിച്ചെന്നെ നയിക്കുമ്പോൾ ഞാൻ ഏതോ മാന്ത്രിക ദ്വീപിൽപ്പെട്ടതുപോലെ ചുഴികളിൽ ചുറ്റിത്തിരികയായിരുന്നു. അമ്മായിയമ്മയ്ക്ക് അവിടെ മാസ്മരികമായ പല വിദ്യകളും പ്രകടിപ്പിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു. പ്രേമിച്ചെങ്കിലും ആത്മാർത്ഥമായൊരു പെരുമാറ്റം ചില കാര്യങ്ങളിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇല്ലായിരുന്നു. ഇവിടെ അങ്ങനെയില്ല. മുഴുവൻ സമയ ആത്മാർത്ഥതയാണ്. എനിക്ക് വേണ്ടി അമ്മായിമ്മയുടെ കയ്യിൽ ഇനിയും അക്ഷയപാത്രം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നുണ്ടായിരുന്നു. ഓടക്കുഴലിൻ്റെ സാന്ദ്രമായ നാദം അവിടെ മുഴങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. ആ സംഗീതധാരയിൽ എനിക്ക് അലിഞ്ഞു ചേരാൻ സെക്കൻഡുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഒരു കുഴലിൽ പല രാഗങ്ങൾ മൂളുന്ന മാന്ത്രിക മന്ദാകിനിയായി അവർ മാറിക്കഴിഞ്ഞിരുന്നു. പിന്നെ നടന്നത് വിവരിക്കാൻ പറ്റാത്ത ആഘോഷങ്ങളുടെ തുടക്കമായിരുന്നു. അമ്മായിമ്മ എന്നോട് പറഞ്ഞത്, അവൾക്ക് ഒരു റിലാക്സേഷൻ ടൈം കൊടുക്കൂ, അവൾ ശരിയാകും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുവരെ നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ റിലാക്സ് ആകൂ എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരം കാര്യങ്ങളിലൂടെയെല്ലാം ഞാൻ കടന്നു പോയത്. അത് എനിക്ക് ഒരു കണക്കിന് നോക്കുമ്പോൾ ഒത്തിരി നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചു. പക്ഷേ ഒരു ദിവസം വൈഫ് ഇത് കണ്ടുപിടിച്ചു. അവൾ എന്നെ ചോദ്യം ചെയ്തു, അമ്മയും ചോദ്യം ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ നിൻ്റെ കാര്യങ്ങൾക്ക് പോയതിൽ പ്രശ്നമില്ലേന്ന്. അപ്പോഴാണ് എൻ്റെ വൈഫ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പഴയ കാമുകൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ തന്നെയാണ് പറഞ്ഞത്, അവനെ പോയെന്ന് കാണണം, കാരണങ്ങൾ ചോദിക്കണമെന്ന്. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്തൊക്കെയോ തട്ടാമുട്ടികൾ പറഞ്ഞു. എങ്കിലും അമ്മ പറഞ്ഞു, നിനക്ക് മറക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് നിന്നെ ഒന്നും പറയാൻ തോന്നില്ല. ഒരു സ്ത്രീയുടെ ആദ്യത്തെ പുരുഷനെ എങ്ങനെ മറക്കാൻ പറ്റും? നീ എല്ലാം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകൂ. അവനിവിടെ ഉള്ളപ്പോൾ ഇടയ്ക്ക് അവനെ ഒന്ന് കാണാൻ പോകൂ. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. നിൻ്റെ ഭർത്താവ് അറിയരുതെന്നേ ഉള്ളൂ മോളെ. ബാക്കി എല്ലാം നിനക്ക് ആസ്വദിക്കാം. രണ്ട് വെള്ളത്തിൽ കാൽ വയ്ക്കുമ്പോൾ വള്ളമൊന്ന് ബാലൻസ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അമ്മയാണ് അവളെ എല്ലാം ഉപദേശിച്ച് കൂട്ടുനിർത്തി അങ്ങനെ ഒരു കാര്യത്തിന് നിർബന്ധിച്ചതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവളും അതിനിറങ്ങി പുറപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ സംശയമായി. അമ്മ പറഞ്ഞതാണോ അതോ മകൾ പറഞ്ഞതാണോ ശരിയെന്ന്. ഞാനും എൻ്റെ കാര്യങ്ങളെല്ലാം ഭാര്യയുമായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം അമ്മയുടെ വമ്പൻ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. അവളെ അങ്ങനെ തെറ്റിച്ച് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നോടുള്ള കാര്യങ്ങളിലേക്കുള്ള പാതകൾ തെളിഞ്ഞു വരും. അവസാനം അമ്മയെ ഇരുത്തി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ അത് സമ്മതിച്ചു. എന്നിട്ട് പറയുകയാണ്, എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, അത് എല്ലാം നടക്കട്ടെ, അതായിരിക്കും നല്ലത്. കല്യാണത്തിന് മുമ്പ് അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നെങ്കിലും പലപ്പോഴും എന്നെ ഓർത്തിട്ടായിരിക്കും അവൾ അടങ്ങിയിരുന്നു. ഇപ്പോഴെന്തായാലും അവൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്തെങ്ങും ശുഭകാര്യങ്ങളൊന്നും നടക്കും തോന്നില്ല. അങ്ങനെയുള്ള സമയത്ത് അവൾ അവളുടെ പഴയ കാമുകനെ ഒന്ന് കണ്ടോട്ടെ, അവളുടെ ജീവിതം അവൾ എൻജോയ് ചെയ്തോട്ടെ. ഒരാളിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നുമില്ല. അതേപോലെ എൻ്റെ മനസ്സ് മാറിയിരുന്നു. ആ ഗ്യാപ്പിൽ മരുമകനും ഞാനും തമ്മിലുള്ള പാതയും അങ്ങ് തെളിയട്ടെ. എല്ലാവർക്കും മോഹമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഞാനിതൊക്കെ പറഞ്ഞപ്പോഴേക്കും നീ എല്ലാം ഓക്കെ ആയതെന്ന് അമ്മായിമ്മ എന്നോട് ചോദിച്ചു. എനിക്ക് ഉത്തരമില്ലായിരുന്നു. അതേ ചോദ്യം എൻ്റെ ഭാര്യയോടും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയ്ക്കൊന്നും പറയാനില്ല. എല്ലാവർക്കും അവരുടേതായ വീക്ക് സൈഡുകളുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. എനിക്കാണെങ്കിൽ അമ്മായിമ്മയായിട്ടുള്ള സൗഹൃദത്തിൽ നിന്ന് പിന്തിരിയാൻ തോന്നുന്നില്ല. അതേപോലെ ഭാര്യയ്ക്ക് പൂർവ്വകാമുകനെ ഇടയ്ക്ക് കാണുമെന്നുണ്ട്. മാഡം, ഞാനിപ്പോൾ ഓർക്കുകയാണ്, എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി പോകുന്ന, ആരും അറിയാത്ത ഒരു മോഡേൺ ബന്ധം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലല്ലോ എന്ന്. അത് പലർക്കും ഉള്ളതല്ലേ മാഡം? പലയിടത്തും നടക്കുന്നതല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒത്തിരി ഫ്രീഡമായി കഴിയുമ്പോഴേക്കും നിയന്ത്രണങ്ങൾ ഇല്ലാതായി കഴിയുമ്പോഴില്ലേ അതിൻ്റെതായ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാകും. അങ്ങനെയൊക്കെ ശരിയായിരിക്കാം. ഈ ആലോചിച്ചും
പ്ലാൻ ചെയ്തും ഒക്കെ പല രീതിയിൽ പല ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വിദഗ്ധമായി പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരെ ഈ പറഞ്ഞതുപോലെ ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ മാത്രം ബുദ്ധിയും കഴിവും വക്രബുദ്ധികളും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. എല്ലാവർക്കും ഇത് യോജിക്കണമെന്നില്ല. സാധാരണ ആൾക്കാരും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവസാനം പ്രശ്നങ്ങളാകും. അതൊക്കെയാണ് ഈ പത്രത്തിലൊക്കെ വാർത്തയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് കുക്കിലൊതുങ്ങാവുന്നത് മാത്രം കൊത്തുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയൊക്കെ പറഞ്ഞ് ക്ഷമിച്ച് നമ്മളുടെ ജീവിതം നല്ല പാതയിലേക്ക് കൊണ്ടുപോവുക. മറ്റു കാര്യങ്ങൾ അനുകരിക്കാൻ പറ്റുന്നതാണോ, നമുക്ക് കാലിബർ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത റിസ്കുകളിൽ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് എൻ്റെ അഭിപ്രായം.